ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൈറ്റ് ക്ലബ് എന്ന സിനിമയും മിസ്റ്റർ റോബോട്ട് എന്ന വെബ് സീരീസും മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമ. അതിന് ഏറ്റവും വലിയ കാരണം ഇതിൻ്റെ സംവിധായകനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അത് ഞാൻ അവസാനം പറയാം. ബെഞ്ചമിൻ എന്ന ഹാക്കർ യൂറോപ്പിലെ സൈബർ ക്രൈം ഡിവിഷന് മുമ്പിലുള്ള ഓഫീസർ ഹെന്നയ്ക്ക് മുമ്പിൽ ഹാജരാകുന്നു. എന്നിട്ട് യൂറോപ്പിലെ കുപ്രസിദ്ധമായ, ഇതുവരെ ആർക്കും തടയാൻ കഴിയാത്ത ഫ്രണ്ട്സ് എന്നൊരു ഹാക്കർ ഗ്രൂപ്പിനെ പറ്റിയിട്ടും അതിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഹാക്കറായ മിസ്റ്റർ എക്സിനെ പറ്റിയിട്ടുമുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും പറയുന്നു. എന്നെ ആദ്യം അത് അവഗണിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവരം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ, നിങ്ങളെനിക്ക് പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ എന്നെ മിസ്റ്റർ എക്സും ഫ്രണ്ട്സ് ഗ്രൂപ്പും കൊല്ലുമെന്ന് പറയുന്നതോടെ ബെഞ്ചമിൻ്റെ വാക്കുകൾ കേൾക്കാൻ എന്നെ തയ്യാറാകുന്നു. അവിടുന്ന് അങ്ങോട്ട് ട്വിസ്റ്റുകളുടെ ഒരു മലവെള്ളപ്പാച്ചിലാണ്. ലിറ്ററലി ഒരിക്കലും പ്രേക്ഷകൻ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അടുത്ത മൊമെൻ്റ് എന്താകുമെന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ആ പ്ലോട്ട് അവർ ചേഞ്ച് ചെയ്യും. അത്രയും സർപ്രൈസിങ് ആയിട്ടുള്ള, ഇത്രയും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരു പടം വേറെ കണ്ടിട്ടില്ലെന്ന് പറയാം. 2014 റിലീസ് ചെയ്ത ജർമ്മൻ ടെക്നോ ത്രില്ലറായ ഹു ആം ഐ എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷേ സംവിധാനം അല്ലെങ്കിൽ ഒരു സിനിമ എന്ന നിലയിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ചെറിയ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോ അരമണിക്കൂറും അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഞെട്ടിക്കുക എന്നൊരു പരിപാടി ചെയ്ത, ഇത്ര കൃത്യമായി ചെയ്തൊരു സിനിമ വേറെ ഉണ്ടായില്ല. അതൊരു വലിയ കാരണം ഇതിൻ്റെ സംവിധായകനാണ്. ഇതിൻ്റെ സംവിധായകനെ പറ്റി പറയണമെങ്കിൽ അയാൾ ഈ അടുത്തിടെ ചെയ്ത വേറൊരു വെബ് സീരീസിനെ പറ്റി പറയാം. ഡാർക്ക്. നെറ്റ്ഫ്ലിക്സിലെ ഡാർക്ക്. അതെ, നെറ്റ്ഫ്ലിക്സിലെ ഡാർക്ക് എന്ന സീരീസിൻ്റെ സൃഷ്ടാക്കളൊരാളായ ബാരൻ ബോ ഒഡാറാണ് ഹുവാമയുടെയും സംവിധായകൻ. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഡാർക്കിൻ്റെ ലെവലിൽ തന്നെയാണ് 2.5 മണിക്കൂറുള്ള ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞെട്ടും ഞെട്ടിയിരിക്കും എന്ന് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്നൊരു സിനിമയാണ് ബാരൻ ബോ ഒഡാറിൻ്റെ ഹുവാമൈ. കണ്ടു നോക്കണം എന്നല്ല, തീർച്ചയായും കാണണം എന്ന് തന്നെ ഞാനത് പറയും.